1000 സബ്സ്ക്രൈബേഴ്സ് ഗെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരു ഹാപ്പി ന്യൂസ് വന്നിട്ടുണ്ട്. യൂട്യൂബിന്റെ അൽഗുരുതം എന്ന് പറയാനുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ വിത്തിൻ 1 മന്ത് നമ്മുടെ ചാനൽ മാറിയ അൽഗുരുതത്തിന്റെ രീതിയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ യൂട്യൂബ് നമ്മുടെ ഷോർട്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ഇന്ന് നമ്മുടെ ഇടയിലുള്ള യൂട്യൂബേഴ്സിൽ ഒരു 90% ആൾക്കാർക്കും ചാനൽ മോണിറ്റൈസ് ആയിട്ടുണ്ടായിരിക്കില്ല. ഒരുപാട് വീഡിയോസും ഷോർട്സും ഒക്കെ ഡെയിലി അപ്ലോഡ് ചെയ്തിട്ട് 1000 സബ്സ്ക്രൈബേഴ്സ് ഗെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയിട്ടുണ്ടായിരിക്കില്ല. ഇപ്പോൾ യൂട്യൂബിൽ നിന്നും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഹാപ്പി ന്യൂസ് വന്നിട്ടുണ്ട്. യൂട്യൂബിന്റെ പുതിയ അൽഗുരുതം അനുസരിച്ച് നമ്മുടെ ചാനൽ ഈസി ആയിട്ട് നമുക്ക് മോണിറ്റൈസ് ചെയ്ത് എടുക്കാൻ കഴിയും. യൂട്യൂബിന്റെ അൽഗുരുതം എന്ന് പറയുന്നത് ടൈം ടു ടൈം മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനും ഷോർട്സിനും ഒക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, നമ്മുടെ ചാനൽ മോണിറ്റൈസ് ചെയ്തെടുക്കാനുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർക്ക് 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവറും ഒരു വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് ആയിരിക്കണം. അതുപോലെ നിങ്ങൾ ഷോർട്സ് വീഡിയോസ് ആണ് ചെയ്യുന്നതെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സും 10 മില്യൺ വ്യൂസും വിത്തിൻ 3 മന്തിൽ, നമ്മുടെ 3 മന്തിനകത്ത് എപ്പോഴാണോ നമുക്ക് 10 മില്യൺ വ്യൂസ് കംപ്ലീറ്റ് ആവുന്നത് ആ സമയത്ത് നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരിക്കണം. ഇതാണ് നമ്മുടെ യൂട്യൂബിന്റെ മോണിറ്റൈസ് ആവാനുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ ഷെയർ ചെയ്യുന്ന രീതിയിൽ നിങ്ങളുടെ ചാനലിൽ വീഡിയോസും ഷോർട്സും ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 1 മന്ത് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ യൂട്യൂബേഴ്സിന് ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കയറി കാണാത്ത ആൾക്കാർ അതൊക്കെ കണ്ട് നിങ്ങളുടെ ചാനലിലും ആ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് വീഡിയോസ് അതുപോലെ അപ്ലോഡ് ചെയ്ത് ചാനൽ റീച്ചാക്കി എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. യൂട്യൂബിന്റെ പുതിയ അൽഗുരുതം അനുസരിച്ച് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനും ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടത് ആവശ്യമാണ്. അങ്ങനെ മാറിയ അൽഗുരുതത്തിന്റെ രീതിയിൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്താൽ മാത്രമേ യൂട്യൂബിന്റെ പുതിയ അപ്ഡേഷൻ അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഇങ്ങനെ നമ്മുടെ സ്വന്തം ചാനലിൽ യൂട്യൂബിന്റെ മാറിക്കൊണ്ടിരിക്കുന്ന അൽഗുരുതത്തിനനുസരിച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്താൽ വിത്തിൻ 1 മന്ത് നമ്മുടെ ചാനൽ നമുക്ക് മോണിറ്റൈസ് ചെയ്തെടുക്കാൻ കഴിയും. ഇനി ഇത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തെടുക്കുക. അനലിറ്റിക്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു പേജ് ഇവിടെ ഓപ്പൺ ആയി വരും. അതിൽ ഓഡിയൻസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. മുകളിലോട്ട് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും ഫോർമാറ്റ്സ് യുവർ വ്യൂവേഴ്സ് വാച്ച് ഓൺ യൂട്യൂബ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു പേജ് ഇപ്പോൾ ഇവിടെ ഓപ്പൺ ആയി വരും. അപ്പോൾ ഇവിടെ നിങ്ങളുടെ വീഡിയോസ് ചെയ്യുന്നവരായിരിക്കും, ഷോർട്സ് ചെയ്യുന്നവരായിരിക്കും, ലൈവ് സ്ട്രീം ചെയ്യുന്നവരായിരിക്കും. അങ്ങനെയാണെങ്കിൽ വ്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു ഇന്റർഫേസ് ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ മുകളിലായിട്ട് നിങ്ങൾക്ക് വീഡിയോസ്, ഷോർട്സ്, ലൈവ് അങ്ങനെ 3 ഓപ്ഷൻസ് കാണാനായിട്ട് കഴിയും. ഇവിടെ നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവറും കംപ്ലീറ്റ് ആക്കാനാണ് നോക്കുന്നതെങ്കിൽ വീഡിയോസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ യൂട്യൂബ് നമ്മുടെ കാറ്റഗറിക്ക് അനുസരിച്ച് നമ്മുടെ വ്യൂവേഴ്സ് കാണുന്ന ഒത്തിരി വീഡിയോസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. അപ്പോൾ ഈ ഒരു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ വ്യൂവേഴ്സ് കാണാൻ ആഗ്രഹിക്കുന്നത് ഇത്തരത്തിലുള്ള വീഡിയോസ് ആണെന്നുള്ള കാര്യം. ഇവിടെ മുകളിലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് യൂട്യൂബിന്റെ ന്യൂ പോളിസിയെ പറ്റി മറ്റൊരു ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞതിനെ കുറിച്ച്, മറ്റൊന്ന് YT സ്റ്റുഡിയോയിൽ വന്ന ഒരു ബിഗ് അപ്ഡേഷനെ കുറിച്ച്. അപ്പോൾ ഇതൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയും. ഞാൻ എൻ്റെ ചാനലിൽ ഏത് കാറ്റഗറിയാണോ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള വീഡിയോസ് ആണ് നമുക്കിവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ചാനലിൽ ഏത് കാറ്റഗറിയിൽ പെടുന്ന വീഡിയോസ് ആണോ ചെയ്യുന്നത് അത് നിങ്ങളുടെ YT സ്റ്റുഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കുക, യൂട്യൂബ് തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ കാറ്റഗറിക്ക് അനുസരിച്ച് ഇതുപോലുള്ള വീഡിയോസ് ആണ് നമ്മുടെ വ്യൂവേഴ്സ് കാണാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു വീഡിയോ സെലക്ട് ചെയ്ത് നല്ല രീതിയിൽ എഡിറ്റ് ചെയ്ത് നല്ല പ്രസന്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വ്യൂസ് കിട്ടാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. ഇനി നിങ്ങളുടെ ചാനലിൽ ഷോർട്സ് മാത്രം ചെയ്യുന്നവരാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ മുകളിൽ കാണുന്ന ഷോർട്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കാറ്റഗറിയിൽപ്പെട്ട മറ്റ് യൂട്യൂബേഴ്സ് ചെയ്തിരിക്കുന്ന ഒത്തിരി ഷോർട്സ് ഇവിടെ കാണാനായിട്ട് കഴിയും. അതിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് ലഭിച്ച ഷോർട്സ് നമുക്ക് തിരഞ്ഞെടുത്ത് നമ്മുടേതായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തി അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അവർക്ക് കിട്ടിയതുപോലുള്ള വ്യൂസ് നമുക്ക് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്.
ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, നമ്മുടെ യൂട്യൂബ് തന്നെ കാണിച്ചു തരുന്നുണ്ട് നമ്മുടെ വ്യൂവേഴ്സിന് ഇതുപോലുള്ള ഷോർട്സ് ആണ് കാണാൻ ആഗ്രഹം. അതുപോലെ യൂട്യൂബ് ക്രിയേറ്റർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ വീഡിയോസും ഷോർട്സും ഒക്കെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന വ്യൂവേഴ്സിന് എന്താണോ കാണാൻ ആഗ്രഹം ആ തരത്തിലുള്ള വീഡിയോസും ഷോർട്സും ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ഇവിടെ യൂട്യൂബ് കാണിച്ചു തരുന്നത് പോലെ വ്യൂവേഴ്സിന് ഇഷ്ടപ്പെട്ട നല്ല കണ്ടന്റ് നിങ്ങൾ സെലക്ട് ചെയ്ത് നിങ്ങളുടേതായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്തി അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പറയും നമ്മുടെ ചാനൽ ഒരു 1 മന്ത് കൊണ്ട് വരെ നമുക്ക് മോണിറ്റൈസ് ചെയ്ത് എടുക്കാനായിട്ട് കഴിയും. അല്ലാതെ പലരും പറയുന്നത് കേട്ടിട്ട് പൈസ കൊടുത്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സും വാച്ചവറും ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് എടുക്കാനായിട്ട് നോക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് യൂട്യൂബിൽ ഗ്രോ ചെയ്യാനായിട്ട് കഴിയില്ല. അതിനു വേണ്ടിയിട്ട് പ്രത്യേക കുറുക്ക് വഴികൾ ഒന്നും തന്നെ ഇല്ല. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുള്ള ആൾക്കാർ നമ്മുടെ കമന്റ് ബോക്സിലൂടെ അറിയിച്ചാൽ മതി. മാക്സിമം എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ റിപ്ലൈ തരാനായിട്ട് ശ്രമിക്കും. അതുപോലെ നമ്മുടെ വ്യൂവേഴ്സിന്റെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ യൂട്യൂബുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.